കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ ദുരൂഹമായ 38-ാം നമ്പർ കല്ലറ ഇന്ന് തുറന്ന് പരിശോധിക്കും. RDOയുടെ സാന്നിധ്യത്തിൽ കരിക്കോട്ടക്കരി പോലീസാണ് കല്ലറ തുറന്ന് പരിശോധിക്കുക. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന നിഗമനത്തിലാണ് വിശദമായ പരിശോധന നടക്കുന്നത്. 2014-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് കറിയയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ദുരൂഹതകൾ ഒരുപാടുണ്ട്. ഏറ്റവും ഒടുവിൽ പോലീസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി കാത്തിരിക്കുകയാണ് സിജോസ് കറിയയുടെ തന്നെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ. എന്തൊക്കെയാണ് ഇന്നത്തെ നടപടികൾ? കാര്യമായ സാന്നിധ്യം, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ക്രമീകരണങ്ങളും ഒക്കെ വേണമല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, 38-ാം നമ്പർ കല്ലറ ഒടുവിൽ 12-ാം നാൾ തുറന്നു പരിശോധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ആദ്യം ഈ ഒരു കല്ലറ പൊളിച്ച് ഇതിനകത്തുള്ള ഇപ്പോൾ കാണുന്ന നമ്മൾ കാണാൻ സാധിക്കുന്ന ഒന്ന് പെട്ടിയിൽ ഒരു പെട്ടി, അതോടൊപ്പം പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ഈ ഒരു വസ്തു, ഇത് രണ്ടും പുറത്തെടുത്ത് വിശദമായ പരിശോധന നടത്തും. ഈ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞത് മൃതദേഹമാണെങ്കിൽ വീണ്ടും ഒരു പരിശോധന അവിടെ നടത്തേണ്ടി വരും. കാരണം 2006-ലും 2015-ലും 2006-ൽ മറിയാമ എന്ന് പറയുന്ന ഒരു വയോധികയാണ്, 2015-ൽ ജെയിംസ് എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ രണ്ടുപേരെയാണ് ഈ ഒരു 38-ാം നമ്പർ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൂന്നാമതൊരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടെ അവിടെ ലഭിക്കുകയാണെങ്കിൽ അത് വലിയ സങ്കീർണതകളിലേക്ക് കടക്കും. പോലീസ് അന്വേഷണത്തിലേക്ക് നടക്കും. എങ്ങനെയാണ് അങ്ങനെ ഒരു മൃതദേഹം അതിലെത്തിയ തുടങ്ങിയ അന്വേഷണം വരും. ഇതിനിടയിൽ തന്നെയാണ് രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ച 2014-ൽ ഈ വാണിയപ്പാറയിലെത്തിയ, പിന്നീട് 2020-ൽ കാണാതായ സിജോസ് കറിയയുടെ തിരോധാനം. അത് സംബന്ധിച്ച ചുരുളഴിയുമോ, ഇനി സിജോസ് കറിയുടേതായിരിക്കുമോ ഈ ഒരു മൃതദേഹം? അങ്ങനെ ഒരു സംശയം അവരുടെ ബന്ധുക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പള്ളി വികാരിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ആദ്യം ക്രമനമ്പർ മാറി എന്ന് പറഞ്ഞ് പോലീസ് ഇത് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴും പള്ളി കൃത്യമായൊരു നിലപാടെടുത്തു. ഇതിൽ ദുരൂഹതയകറ്റണം. ഈ ഒരു കാരണവശാലും ഇങ്ങനെ പായൽ പൊതിഞ്ഞ് മൃതദേഹം സംസ്കരിക്കുന്ന രീതി ക്രിസ്ത്യൻ ഇതിൽ സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെ അത് വിശദമായ പരിശോധന നടത്തണമെന്ന് പള്ളി ആവശ്യപ്പെട്ടു, ഇടവക അംഗങ്ങൾ ആവശ്യപ്പെട്ടു, നാട്ടുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ വലിയ ദുരൂഹതകൾ ഇന്ന് നീങ്ങാൻ പോകുന്നു. പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു പുതിയ ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസിന് കടക്കേണ്ടി വരിക. ഏതായാലും ഇന്ന് ഈ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. RDOയുടെ അനുമതി ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇതിൽ ആദ്യം ഈ മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ, ഇത് ഈ പായൽ പൊതിഞ്ഞ വസ്തു മൃതദേഹമാണെങ്കിൽ അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. പിന്നീട് അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം ഇതിന്റെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്കായി ശേഖരിക്കും. അതിൽ ഈ സിജോസ് കറിയുടെ കുടുംബം ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ആ ഒരു DNA പരിശോധന പൂർത്തിയായാൽ ഇത് സിജോയുടെ ആണെങ്കിൽ വലിയൊരു അന്വേഷണം ഇതിൽ നടക്കേണ്ടി വരും. എങ്ങനെയാണ് സിജോ ഈ ഒരു കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് വലിയൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. എന്തായാലും ഈ ഒരു പ്രദേശത്തെ ആകെ കഴിഞ്ഞ 12 ദിവസമായി മുൾമുനയിൽ നിർത്തിയ, ആശങ്കയിൽ നിർത്തിയ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ അതിലൊരു വ്യക്തത വരാൻ പോകുന്നത്. ഇത് പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞത് മൃതദേഹമാണോ അതല്ല മറ്റെന്തെങ്കിലും വസ്തുവാണോ എന്നത്. ഏതായാലും ഇതൊരു മൃതദേഹമാണ്. മൂന്നാമതൊരു മൃതദേഹം ഇതിലുണ്ട് എന്നൊരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പള്ളി വികാരിയും അത് പങ്കുവെക്കുന്നുണ്ട്. അവസാനമായി ഈ ഒരു അന്വേഷണം ഏറ്റെടുത്ത പേരാവൂർ DYSP, അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാരാണ് ഇവിടെ എത്തിയത്. അവരുടെ ഒരു പ്രാഥമിക പരിശോധനയിലും അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. 2006-ലെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതിൽ കണ്ടെത്താൻ അതിന് വളരെ സാധ്യത കുറവാണ്. അത്രയും പഴക്കമുള്ളത് കൊണ്ട് തന്നെ 2015-ലെ ജെയിംസിന്റെ മൃതദേഹമായിരിക്കും അങ്ങനെയെങ്കിൽ പെട്ടിയിൽ ഉണ്ടാവുക. പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞത് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതോ അങ്ങനെ ഒരു സംഭവമായിരിക്കും എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അങ്ങനെ ഒരു അന്വേഷണമായി നടക്കുന്നത്. എന്നാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വലിയ തോതിലുള്ള പരാതി 13-ാം തീയതിയാണ് ഇങ്ങനെ ഒരു കല്ലറ മറ്റൊരു സംസ്കാരത്തിനായി വിട്ടുകൊടുത്തപ്പോൾ അത് തുറന്നപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു വസ്തു കാണുന്നതും ഈ മറ്റൊരു മൃതദേഹം കാണുന്നതും പിന്നീട് അത് വലിയ ചർച്ചയാവുന്നതും. തീർച്ചയായും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർണ്ണമാണ്. ഇന്ന് 10 മണിക്ക് കല്ലറ തുറക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ആ മൃതദേഹം, ശരീരഭാഗങ്ങൾ പുറത്തെടുക്കണം. DNA പരിശോധന അടക്കം വേണ്ടിവരും. ബന്ധുക്കളുടെ നിലപാടും ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ്.